BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തി കേരളത്തെ രക്ഷിക്കാനുള്ള മുഖ്യമന്ത്രി VD സതീശന്റെ ശ്രമം അദ്ദേഹത്തെ കുടുക്കിലാക്കി. വീര്യം കൂടിയ UDF-ഉം കേരളത്തിലെ പൊതുസമൂഹവും രാഷ്ട്രീയ നേതാക്കളും അതിശക്തമായി ഇതിനെതിരെ രംഗത്തിറങ്ങിയതോടെ കുടുങ്ങിയത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശനാണ്. വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറച്ച് വിൽക്കാനുള്ള തീരുമാനം ബജറ്റിലാണ് ധനവകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്. ഇടതുമുന്നണി ഭരണകാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്ന MB രാജേഷ് കൊണ്ടുവന്ന ഈ നയം അതേപടി പകർത്തുകയാണ് സതീശൻ ചെയ്തത്. അന്ന് ഇതിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് VD സതീശൻ തന്നെയായിരുന്നു. ഒരു മാറ്റവുമില്ലാതെ അതേ നയം നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ തിരിച്ചടിയായതും. പുതിയ മദ്യനയം മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്തിരുന്നില്ല. സാധാരണ മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്താണ് ഇത്തരം നയങ്ങളും നിയമങ്ങളും നടപ്പിലാക്കുക. ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിനെതിരെ സംസ്ഥാന മന്ത്രിസഭയിൽ തന്നെയാണ് ആദ്യ എതിരഭിപ്രായം ഉയർന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എക്സൈസ് മന്ത്രി M ലിജുവും പരസ്യമായി രംഗത്തു വന്നു. മുഖ്യമന്ത്രി സതീശൻ ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്നും മന്ത്രിസഭയിലോ മുന്നണിയിലോ കൂടിയാലോചന ഉണ്ടായില്ല എന്നുമുള്ള ആരോപണമാണ് അവർ രണ്ടുപേരും ഉയർത്തിയത്. ഇടതുമുന്നണിയുടെ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാനുള്ള തീരുമാനത്തിനെതിരെ അന്ന് അഴിമതി ആരോപണം ഉന്നയിച്ചവരിൽ സതീശനൊപ്പം രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്നു. ഒരു മാറ്റവുമില്ലാതെ അതേ നയം നടപ്പിലാക്കാനുള്ള നീക്കമാണ് ചെന്നിത്തലയെ പരസ്യമായി രംഗത്ത് കൊണ്ടുവരാൻ ഇടയാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ നയപരമായ തീരുമാനം എടുത്തിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി M ലിജുവും പരസ്യമായി വ്യക്തമാക്കി. IT പാർക്ക്, വിനോദസഞ്ചാര മേഖലകൾ, വ്യവസായ പാർക്കുകൾ, വൻ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ ജ്യൂസ് കടകൾ പോലെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനാണ് ധനവകുപ്പ് വിഭാവന ചെയ്തത്. 50,000 രൂപ അടച്ചാൽ ആർക്കും ഇത്തരം ജ്യൂസ് കട തുടങ്ങാം. 387 കോടി രൂപയുടെ അധിക വരുമാനം പ്രതിവർഷം ഉണ്ടാകുമെന്നാണ് ബജറ്റ് വിഭാവന ചെയ്തത്. വിദേശ മദ്യ ചട്ടത്തിൽ ഇടതുമുന്നണി കണ്ടുവന്ന ഭേദഗതിയും ഇതുതന്നെയായിരുന്നു. 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് കുറഞ്ഞ നികുതി ഏർപ്പെടുത്താനാണ് ഇടതുമുന്നണി ഭേദഗതിയിലൂടെ തീരുമാനിച്ചത്. നിലവിലുള്ള മദ്യത്തിന്റെ വീര്യം ഇതിൽ കൂടുതലാണ്. വാറ്റുചാരായത്തിന് 40 മുതൽ 60% വരെയാണ് വീര്യം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളായ റം, ബ്രാൻഡി, വിസ്കി, വോഡ്ക എന്നിവയ്ക്ക് 42.86% വീര്യം. സാധാരണ ബിയറിന് 4 മുതൽ 6% വരെയും, ലൈറ്റ് ബിയറിന് 2 മുതൽ 4% വരെയും, സ്ട്രോങ് ബിയറിന് 7 മുതൽ 12% വരെയും, വൈനിന് 9 മുതൽ 23% വരെയുമാണ് വീര്യം. കള്ളിന്റെ വീര്യം 4 മുതൽ 8% വരെയാണ്. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് വെച്ചത് 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120% നികുതിയും, 10 മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175% നികുതിയുമാണ്. ചക്ക, മാങ്ങ, കശുമാങ്ങ, കൈതച്ചക്ക, നേന്ത്രപ്പഴം എന്നിവയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കം എന്നാണ് മുഖ്യമന്ത്രി സതീശൻ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് പദ്ധതി നിർദ്ദേശം സമർപ്പിച്ചിട്ടുള്ളത് കർണാടക ആസ്ഥാനമായ ബെക്കാഡി എന്ന മദ്യനിർമ്മാണ കമ്പനിയാണ്. മറ്റു ചില അന്തർദേശീയ മദ്യ കമ്പനികളും രംഗത്തുണ്ട്. കേരളം ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരം മദ്യം ഇപ്പോൾ തന്നെ വിപണിയിൽ ലഭ്യമാണ്. പുതിയ മദ്യനയത്തിനെതിരെ സതീശനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന VM സുധീരനും രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പദത്തിന് അവസാനം വരെ പോരാടിയ KC വേണുഗോപാലും പരസ്യമായി രംഗത്ത് വന്നു. ഒപ്പം സമുദായ നേതാക്കളും ക്രൈസ്തവ സഭകളും മെത്രാന്മാരും ഘടകകക്ഷികളും അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വേണ്ട ചർച്ചകളോ കൂടിയാലോചനകളോ ഇല്ലാതെയാണ് പുതിയ മദ്യനയം കൊണ്ടുവന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ UDF-ന്റെ മദ്യനയം ഇതേപോലെ തന്നെ വിവാദമായതാണ്. അന്ന് സുധീരൻ ഉയർത്തിയ വെല്ലുവിളിയെ തുടർന്ന് മദ്യത്തിനെതിരായ പ്രചാരണം തുടരാനുമൊക്കെ തീരുമാനിച്ചെങ്കിലും പൊടുന്നനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 5 സ്റ്റാർ ഒഴികെയുള്ള ഹോട്ടലുകളുടെ ബാർ ലൈസൻസുകൾ റദ്ദാക്കുകയായിരുന്നു.
അന്ന് 750 ബാറുകളാണ് പൂട്ടിയത്. 29 പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മാത്രമേ കേരളത്തിൽ ബാറുകൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ പൂട്ടിയ 750 ബാറുകളും തുറക്കുകയും 300ഓളം ബാറുകൾക്ക് പുതിയതായി അനുമതി നൽകുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിലുള്ളത് ബിയർ പാർലർ അടക്കം 1070 ബാറുകളാണ്. ഇതിനിടെ ബാറുകളുടെ നികുതി വരുമാനത്തിലുണ്ടായ ഇടിവും വിവാദമായിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാറുകളുടെ നികുതി പിരിവ് 100.61 കോടി രൂപ കുറഞ്ഞു. അതേസമയം ബിവറേജസിന്റെ വിറ്റുവരവ് നികുതി 982.59 കോടി രൂപ കൂടി, 17.74% വർധന. കഴിഞ്ഞ തവണ ഇടതുമുന്നണി സർക്കാർ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കച്ചവടത്തിൽ നിന്ന് അവർ തന്നെ പിൻവാങ്ങിയിരുന്നു. വീര്യം കുറഞ്ഞ മദ്യവും വീര്യം കൂടിയ മുന്നണിയുമായി സതീശന് മുന്നോട്ട് പോകാൻ ആകുമോ എന്നത് കണ്ടറിയുക തന്നെ വേണം. നന്ദി, നമസ്കാരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.